ഹലോ ഡിയേഴ്സ്, എക്സാമിന് മുമ്പ് ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാനെങ്ങനെയാണ് 80% മാർക്ക് വാങ്ങിയത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആദ്യം നമ്മൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വേണം പഠിക്കാനെടുക്കാനായിട്ട്. ഇഷ്ടമില്ലാത്ത എന്നാൽ വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് എടുത്ത് ആദ്യം പഠിക്കേണ്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇടയ്ക്ക് മടുപ്പ് തോന്നിയ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റും എടുക്കുക. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പോർഷൻ കവർ ചെയ്യും. എസ് എ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒരുപാടുണ്ടായിരിക്കുമല്ലോ നമുക്ക് പഠിക്കാൻ. അതൊക്കെ പെട്ടെന്ന് ഓർക്കാനായിട്ട് മെയിൻ പോയിന്റ്സ് ഒക്കെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഓർത്താൽ പിന്നെ അതിനെ വലിയ പാരഗ്രാഫ് ആക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാനും സമയം ലാഭിക്കാനുമുള്ള ഈസി മെത്തേഡാണ് ഇത്. വലിയ പാരഗ്രാഫ് ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി സമയം മതി ഈ ബുള്ളറ്റ് പോയിന്റ്സ് പഠിക്കാനായിട്ട്. പിന്നെ എക്സാമിൻ്റെ അന്ന് രാവിലെ ഈ പോയിന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയാൽ മതി, നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയിൽ നിൽക്കും. ഇതുപോലെ നമ്മൾ എഴുതി വേണം പഠിക്കാൻ. ചിലർക്ക് ഇങ്ങനെ ഉറക്ക വായിച്ച് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ വായിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഇതുപോലെ വായിച്ചു പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പി മൂഡ് മാറിക്കോളും. കൂടാതെ ആരെയെങ്കിലും പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുത്താൽ അതും ഈസി വേ ഓഫ് ലേണിംഗ് ആണ്. മാക്സിമം എപ്പോഴും നമ്മളൊരു 20-25 മിനിറ്റ്സ് പഠിച്ച് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാത്തമാറ്റിക്സിൻ്റെ ഡിവിഷൻ അല്ല കേട്ടോ. നമുക്ക് ഈ ഓരോ ചാപ്റ്റേഴ്സിലും ചില സ്റ്റെപ്പ്, ബ്രാഞ്ച്, സബ് ഹെഡിങ്സ്, സബ് പോയിന്റ്സ് ഒക്കെ പഠിക്കാൻ കാണത്തില്ലേ. അതൊക്കെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇതുപോലെ വരച്ച സബ് പോയിന്റ്സ് എഴുതി പഠിച്ചാൽ ആൻസേഴ്സ് എഴുതുമ്പോൾ ഓർക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ചില ഹെഡിങ്സിലൊക്കെ ഒരുപാട്, ഇപ്പോൾ എക്സാമ്പിളിലേക്ക് A വന്നാൽ A1, A2, ഈ A1 തന്നെ 3 ഡിവിഷൻസ് കാണും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ എഴുതി പഠിക്കുവാണെങ്കിൽ മറക്കാതെ ഓർമ്മയിൽ നിന്നോളും. നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ എനർജി നന്നായി കുറയും. അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും പഠിക്കുമ്പോൾ. സോ ഇടവേളകളിൽ ഒരു 25 മിനിറ്റ്സ് കൂടുമ്പോൾ നന്നായി വെള്ളം കുടിക്കണം. ഇടയ്ക്ക് ഇതുപോലെ സീസണൽ കട്ട് ഫ്രൂട്ട്സും ആകാം. പിക്ചേഴ്സൊക്കെ വരച്ചു പഠിച്ചാൽ ആൻസർ എഴുതുമ്പോൾ ആ പിക്ചറും കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇടയ്ക്ക് ടഫ് ചാപ്റ്റർ പഠിച്ച് ബോറടിക്കുമ്പോൾ ഇതുപോലെ പിക്ചേഴ്സൊക്കെ ആ സമയത്ത് പഠിക്കാം. സോ ടൈം അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. വരച്ചു പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആൻസറൊക്കെ ഈസി ആയിട്ട് സ്റ്റോർ ആകും. പിന്നെ പിക്ചേഴ്സ് അറിയാവുന്ന ഒറ്റ കാരണത്തിൽ എല്ലാ ആൻസേഴ്സിലും പിക്ചേഴ്സ് വരയ്ക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരയ്ക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ നമ്മുടെ ബുക്കിൻ്റെ ബാക്കിൽ ലാസ്റ്റ് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇല്ലേ, അതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ച് ആ പോർഷൻസ് പഠിക്കാൻ മറക്കരുത്. ആ സെയിം ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലും വേറെ രീതിയിൽ അതേ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ച് പഠിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നാൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വന്ന പോർഷൻസ് കാണുമല്ലോ, ആ പോർഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ആ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും ആ പോർഷനിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വലിയ എസ്സേ പഠിക്കാനായിട്ട് കുറച്ച് ടിപ്പ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഫ്രഷ് മൈൻഡോടെ വേണം എസ്സേ പഠിക്കാൻ ഇരിക്കാൻ വേണ്ടി. പിന്നെ അത് വായിച്ച് മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ബുള്ളറ്റ് പോയിന്റ്സും സബ് പോയിന്റ്സും നമ്മുടെ രീതിയിൽ എഴുതി വെച്ച് പഠിക്കണം. ഒപ്പം എക്സാമ്പിൾസ് പഠിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ദെൻ നമ്മൾ ആദ്യം സ്വയം എസ്സേ എഴുതി നോക്കണം. അത് കഴിഞ്ഞ് മിസ്റ്റേക്കൊക്കെ ക്ലിയർ ചെയ്ത് രണ്ടാമത് എഴുതുമ്പോൾ ഷുവറായിട്ടും നന്നായിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞിരിക്കും. ടൈം ടേബിൾ വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം കുറേയൊക്കെ മാനേജ് ചെയ്ത് പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിലെങ്ങനെയാണ് സമയം മാനേജ് ചെയ്ത് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയുന്നത് എന്നതിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഈ രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയ മെത്തേഡ്സ് ആണ്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, വേണ്ടതെടുക്കാം. അപ്പോൾ ബൈ, ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്.